വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. തേങ്ങ അരച്ച മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാന്തളം എന്ന് പറയുന്ന മീനാണ്. നമ്മളവിടെയൊക്കെ അങ്ങനെയാണ് പറയുക. ഏത് ഫിഷും എടുക്കാം കേട്ടോ. 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരരപ്പ് തയ്യാറാക്കണം. അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, വലിയ ജീരകം 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 കപ്പ് വെള്ളം. ഇത്രയും ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത്, ഒരു 10 കുഞ്ഞുള്ളി ചതച്ചാൽ മതി കേട്ടോ, അരക്കണ്ടേ. ഒരു കരിവേപ്പിൻ്റെ ഇല ഒരു തണ്ട്, അതും ചതയ്ക്കുക. ചതച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ചതച്ചാൽ മതി. ചതച്ചതിൻ്റെ ശേഷം അത് ചട്ടിയിലേക്ക് ചേർക്കുക. വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ മീൻ കറിയിൽ. പിന്നെ പച്ചമുളക് 2 എണ്ണം കീറിയത്, ഇരുമ്പിപ്പുളിയാണ് ഇട്ടിട്ടുള്ളത്, അത് 4 എണ്ണം. പിന്നെ അരച്ച തേങ്ങ ചേർക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കൺസിസ്റ്റൻസി നോക്കിയതിൻ്റെ ശേഷം ഉപ്പും ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുക. ഒരു 5 മിനിറ്റൊക്കെ തിളപ്പിച്ചാൽ മതി കേട്ടോ. 5 മിനിറ്റ് തിളച്ചതിൻ്റെ ശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർക്കുക. മീൻ കഷ്ണങ്ങൾ ചേർത്തതിൻ്റെ ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. കരണ്ടിയിട്ട് ഇളക്കാത്തതാണ് നല്ലത് കേട്ടോ. മീൻ കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ അതിലേക്ക് ഒരു വറവിടണം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഉലുവ നിർബന്ധമാണ് കേട്ടോ. ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർക്കുക. കറിവേപ്പില നല്ലപോലെ മൂപ്പിക്കുക. മൂപ്പിച്ചതിൻ്റെ ശേഷം അത് കറിയിലേക്ക് ചേർത്തിട്ട് ഇളക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ മീൻ കറി. ഒരു 2-3 മണിക്കൂർ ഇരുന്നതിൻ്റെ ശേഷമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി പിന്നെ വരാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.